സഹോദരിമാരെ, ചുവന്ന മത്തങ്ങ കൊണ്ട് പുട്ട് പുഴുങ്ങി കഴിക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് രണ്ടു പേർക്കുള്ള പുട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നല്ല സോഫ്റ്റിയും നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമാണ്. കറിയുടെ ഒന്നും ആവശ്യമില്ല, ചുമ്മാ നമുക്ക് കഴിക്കാവുന്നതാണ്. രാത്രിയും രാവിലെയും ഒക്കെ കഴിക്കാം. മത്തങ്ങ ഷുഗറിനും കൊളസ്ട്രോളിനും വരാതിരിക്കാനും അരി ആഹാരത്തോടൊപ്പം കഴിച്ചാൽ ധൈര്യമായിട്ട് കഴിക്കാം ഷുഗറുകാർക്കും. ഈ പുട്ടുണ്ടാക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കറി വഴറ്റി കറി വെച്ച് കഴിച്ചാലും വേണ്ടത്ര മത്തങ്ങ നമ്മുടെ വയറ്റിൽ പോകില്ല. ഇതുപോലെ പുട്ടവിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസം ഒരു വലിയ കഷ്ണം മത്തങ്ങ നമുക്ക് കഴിക്കാവുന്നതാണ്. മത്തങ്ങ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയും പ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യും. ഇത് നല്ല രീതിയിൽ വണ്ണം വയ്ക്കാനും മത്തങ്ങ നല്ലതാണ്. അതിനുവേണ്ടി ഇതുപോലെ 2 വലിയ കഷ്ണം മത്തങ്ങയാണ് എടുത്തത്. ഇത് തോല് ചെത്തിയതിന് ശേഷം വളരെ നൈസായിട്ട് അരിയണം. അല്ലെങ്കിൽ മിക്സിയിലിടുമ്പോൾ കുടുങ്ങി പൊടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തോല് ചെത്തിയതിന് ശേഷം വളരെ നൈസായിട്ട് അരിയണം. ഗ്രേറ്റ് ചെയ്തെടുത്താലും നല്ലതാണ്, ഒന്ന് പൊടിഞ്ഞു കിട്ടും. ഒരു തുള്ളി വെള്ളം ചേർക്കാൻ പാടില്ല. റേഷനിൽ കിട്ടുന്ന റോസ് അരി മില്ലിൽ കൊടുത്ത് നന്നായിട്ട് വറുത്ത് പൊട്ടിച്ച് ഇട്ടിരിക്കുന്നതാണ്. ഇതിൽ കാണുന്നത് പോലെ അരിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് ഒന്നുകൂടി ചെറുതായി അരിയണം. ഗ്രേറ്റ് ചെയ്തെടുത്താലും കൊള്ളാം, എങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഇത് മിക്സിയിലേക്ക് ഇടണം. ഇട്ടതിന് ശേഷം റോസ് അരിയോ പച്ചരിയായാലും കുഴപ്പമില്ല, റോസ് അരിയാണ് നല്ലത്. അത് പൊടിച്ച് മില്ലിൽ കൊടുത്ത വറുത്ത മാവ് ഒരു അരക്കപ്പിൻ്റെ 1 കപ്പും അരക്കപ്പിൻ്റെ അളവിലുള്ള 1 കപ്പും അരക്കപ്പും കൂടി 2 കുറ്റിപ്പുട്ടിനാണ്. ഇതിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് പൊടിക്കുന്നതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, അടുക്കളയിലെ സാഹചര്യം അങ്ങനെയാണ്. ഒരു തുള്ളി വെള്ളം ചേർക്കാതെയാണ് പൊടിച്ചത്. ഇതുപോലെ കിട്ടി. ഉപ്പ് ചേർക്കുന്നത് കാണിക്കാൻ മറന്നത്, ഉപ്പും കൂടി ചേർത്ത് വേണം പൊടിക്കാൻ. ഉപ്പ് ചേർത്താൽ മതിയാവും. പൊടിക്കുമ്പോൾ മിക്സ് ആയിക്കോളും. എന്നിട്ട് കുറ്റിയിൽ തേങ്ങ ഇതുപോലെ നന്നായിട്ട് കുഴയ്ക്കണം. കൈ കൊണ്ട് കുഴച്ചിട്ട് തേങ്ങ ഇട്ട് ഈ മാവ് എടുത്തിടണം. എന്നിട്ട് വീണ്ടും കുറച്ച് തേങ്ങ ഇടണം, വീണ്ടും മാവ്, അങ്ങനെ നിറച്ച് പുട്ട് പുഴുങ്ങി നല്ല ടേസ്റ്റിയാണ്. ചുമ്മാ കഴിക്കാവുന്നതാണ്. രാവിലെ പച്ചക്കറിയുമായി പുട്ടുമായി കറി വേണ്ട. ഇതുപോലെ ഞാൻ മുരിങ്ങയില പുട്ട്, ചീലാന്തിപ്പുട്ട്, കറിവേപ്പില പുട്ട്, അസിനിപ്പുട്ട്, ചീരപ്പുട്ട്, തുളസിപ്പുട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. ഇതുവരെ എനിക്ക് രോഗങ്ങളോ അസുഖങ്ങളോ ഒന്നും വരത്തില്ല. ഇപ്പം ഞാൻ നല്ല മഞ്ഞ് ഡിസംബർ ആയതുകൊണ്ട് പഴങ്കഞ്ഞിയും നല്ല തൈരും തുടർച്ചയായിട്ട് കഴിച്ചതുകൊണ്ട് അല്പം ജലദോഷം വന്നു, അല്ലാതെ വേറെ ഒരു രോഗങ്ങളും ഇല്ല.